പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിന്റെ പുതിയ വിവരങ്ങളുമായാണ്. പീഡനക്കേസിലെ പ്രതി രാഹുൽ പി ഗോപാൽ രാജ്യം വിട്ടു എന്നുള്ള വാർത്തയാണ് ഇന്നെത്തിയത്. ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പോലീസിന്റെ ഒത്താശയോടെയാണ് പ്രതി രക്ഷപ്പെട്ടതെന്നാണ് സൂചന. നീതി ലഭിക്കും എന്ന പ്രതീക്ഷയില്ലെന്നാണ് പെൺകുട്ടിയുടെ മാതാവ് 24-നോട് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇവൻ സത്യസന്ധനാണെങ്കിൽ എന്തുകൊണ്ട് ഇവൻ ഒളിച്ചോടി? ഇവൻ സത്യസന്ധനാണെങ്കിൽ അവന് നേരെ നിന്ന് ഫൈറ്റ് ചെയ്തൂടെ? ഇവൻ എന്തുകൊണ്ട് ഒളിച്ചോടി? അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു കള്ളനാണെന്ന് നമുക്ക് മനസ്സിലായല്ല. ഇതിന് മുഴുവൻ ഒത്താശ ചെയ്തേക്കുന്നത് പന്തീരങ്കാവ് പോലീസുകാരാണ്. അവരാണ് ഇതിന് മുഴുവൻ ശരിക്കും ഒരു തോക്ക് നിങ്ങൾ എൻ്റെ കയ്യിൽ തരുകയാണെങ്കിൽ ഞാൻ എല്ലാത്തിനും വെടിവെച്ച് കൊല്ലും. എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും എൻ്റെ മകൾക്ക് വേണ്ടി. നീതി ഇന്നിവിടെ ഇല്ല. ഈ ഭരണകൂടം എന്തിന്? പ്രതി രാഹുൽ പി ഗോപാൽ വിവാഹ തട്ടിപ്പുകാരനാണെന്നാണ് വിവരം. 2 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തതിന്റെ തെളിവുകൾ പുറത്തുവന്നു. ഈ ആരോപണങ്ങൾ തള്ളുകയാണ് രാഹുലിന്റെ കുടുംബം. സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചിട്ടില്ലെന്നും മുൻപ് നിശ്ചയം കഴിഞ്ഞ വിവരം പറവൂരിലെ പെൺകുട്ടിക്ക് അറിയാമായിരുന്നുവെന്നും രാഹുലിന്റെ കുടുംബം പറഞ്ഞു. ഇക്കാര്യം പെൺകുട്ടിയുടെ പിതാവ് നിഷേധിച്ചു. നമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല കുട്ടി. പിന്നെ നമ്മൾ എപ്പോൾ സ്ത്രീധനം ചോദിക്കാനാ? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ചോദിക്കൂല. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരിക്കലും ആ കുട്ടീനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇവള് പറയുന്നത് ഞങ്ങളെല്ലാം ഒഴിവായി കൊടുക്കണം, അതായത് എന്നെ ഉൾപ്പെടെ അമ്മയും പെങ്ങളും എല്ലാവരും ഇവിടെ നിന്ന് ഒഴിവായി കൊടുത്താൽ ഓൾ ഇവിടെ നിൽക്കും, അതല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിൽക്കൂല. ഒരിക്കലും അല്ല, ഞാൻ അത് എവിടെ വേണമല്ലോ എന്ന് പറയാം. ഒരിക്കലും ഞങ്ങൾ സ്ത്രീധനം ചോദിച്ചിട്ടില്ല. മോന് കല്യാണമായിട്ട് കഴിച്ചത് ഈ കുട്ടീനെയാണ്. കോട്ടയത്തു നിന്ന് നിശ്ചയം കഴിഞ്ഞതാണ്. ഈ 2 കാര്യം അമ്മയ്ക്കറിയാം. അവര് കുട്ടിയോടും ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ പൊസിഷനൊക്കെ അറിയാമല്ലോ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുമല്ലോ എന്നുള്ള രീതിയാണ്. ഇത്ര വേണമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് കുറവാണ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് മകളോട് പ്രതികരിച്ചിട്ടുണ്ട്. പിന്നീട് അത് അവർ മറ്റ് രീതിയിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നറിയാൻ അവർ പറഞ്ഞതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഞങ്ങൾ 26 പേരാണ് അവിടെ ചെന്നത്, കുട്ടികളടക്കം. അപ്പോൾ ഈ കുട്ടിയെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എൻ്റെ മകളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, എൻ്റെ ഭാര്യയ്ക്കും മറ്റുള്ളവർക്കും. കാരണം വെച്ചാൽ അത്ര വികൃതമായിരുന്നു മുഖം. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ 2 എൻഗേജ്മെൻറ്റ് നടന്നതാണെന്നും പിന്നീട് ആ കുട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്നും ഒക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. കോട്ടയത്ത് ഒരു ഡോക്ടർ ആയിട്ടാണ് അത് ബന്ധമുണ്ടായത്. കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. വീഴ്ച വരുത്തിയ പോലീസുകാർ സേനയ്ക്ക് അപമാനമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ആരോപിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായിട്ടുള്ള പെൺകുട്ടിയോട് ഭർത്താവുമായിട്ട് ഒത്തുപോകണം, രമ്യതയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതി അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാരീരികമായിട്ടുള്ള പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ, ഏറ്റവും കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഇത്തരം ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും കുറ്റക്കാർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാനുമൊക്കെ ജാഗ്രത കാട്ടുന്ന പോലീസ് സേനക്ക് അപമാനം വരുത്തി വെക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും അവരെ അദ്ദേഹത്തെ അന്വേഷണ സംവിധാനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, വലിയ വിവാദമാകുന്നു, വലിയ ചർച്ചയാകുന്നു ഈ വിഷയം. ഒരു കാര്യം ഉറപ്പാണ്, ഗാർഹിക പീഡനം നടന്നിട്ടുണ്ട്. അത് ഈ രാഹുലിന്റെ മാതാവ് മറ്റു പല കാര്യങ്ങളും നിഷേധിച്ചപ്പോഴും ആ കാര്യം പറയുന്നുണ്ട്. ആ രീതിയിൽ ഒരു പരാതി എത്തുമ്പോൾ അതിൽ കൂടുതൽ അന്വേഷണം വരാതിരിക്കുക, ഇപ്പോൾ പ്രതി പുറത്തേക്ക് വിദേശത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യം, എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള കാര്യത്തിൽ ചോദ്യശരങ്ങളെല്ലാം തന്നെ പോലീസിന് നേർക്കാണ്. ഭരണ സംവിധാനത്തിന്റെ ഒരു പാളിച്ച എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയും ആ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സ്മിത, പ്രതി രാഹുൽ വിദേശത്തേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അതായത് ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് രാഹുൽ കടന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ പോലീസ് വൃത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതരമായ കൃത്യവിലോപമാണ് എന്ന് പറയാതെ വയ്യ. കാരണം ജർമ്മനിയിലാണ് രാഹുലിന് ജോലി എന്ന് പോലീസിനറിയാം. ഒപ്പം അയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയും പോലീസിന് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. കഴിഞ്ഞ ദിവസവും നമ്മൾ CIയുമായി, അന്ന് അപ്പോൾ കേസിന്റെ ചുമതലയുണ്ടായിരുന്ന, അന്വേഷണ ചുമതലയുണ്ടായിരുന്ന CIയുമായി ബന്ധപ്പെടുമ്പോൾ എന്തുകൊണ്ട്
അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം അന്വേഷണം നടത്തിയതിനു ശേഷം അറസ്റ്റിലേക്ക് നീങ്ങാം എന്നുള്ളൊരു തീരുമാനമാണ് പോലീസ് നിലവിലെടുത്തിട്ടുള്ളത് എന്ന മറുപടിയാണ് നൽകിയത്. അങ്ങനെയെങ്കിൽ ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് ഒരു പരിധിവരെ ശരിയാണ് എന്ന് നമ്മൾക്ക് ഈ ഒരു ഘട്ടത്തിൽ സമ്മതിക്കേണ്ടി വരും. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ രാഹുലിനെ സഹായിക്കാനുള്ള കൃത്യമായ നീക്കം നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. നേരത്തെ ഈ കുടുംബം പരാതിയുമായി പന്തീരങ്കാവ് പോലീസിലെത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ 2 വകുപ്പുകൾ ചേർത്ത് മാത്രം പോലീസ് കേസെടുക്കുക, ഈ ഒരു കൊലപാതക ശ്രമം അല്ലെങ്കിൽ വധശ്രമം എന്ന IPC 307 എന്ന വകുപ്പ് ഇതിൽ ചേർക്കാതിരിക്കുക, അങ്ങനെ ഈ രാഹുലിന് വിദേശത്തേക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും പോലീസ് ഒരുക്കി നൽകി എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോലീസ് പറയുന്നതനുസരിച്ചാണ് ഈ കുടുംബം ഫറൂഖ് ആശുപത്രിയിലെത്തി ചികിത്സ തേടുന്നത്. അവിടെ നിന്ന് ഡോക്ടർ കുറിപ്പടി നൽകുന്നുണ്ട്. ഈ ശരീരമാസകലം ഈ യുവതിക്ക് പരിക്കേറ്റിട്ടുണ്ട്. കഴുത്തിലും ചുണ്ടിലും മൂക്കിലും നെറ്റിയിലും ഉൾപ്പെടെ ഗുരുതരമായ പരിക്കുകൾ ഈ കുട്ടിക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ള കുറിപ്പടി ഡോക്ടർ നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും വധശ്രമത്തിന് എന്തുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടില്ല? എന്തുകൊണ്ടാണ് ഇത്ര ദിവസം വൈകി? കഴിഞ്ഞ ദിവസം രാത്രി മാത്രം പോലീസ് ഇത്തരത്തിലൊരു കേസെടുക്കാൻ മാറിയത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ പോലീസ് വൈകിയത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഏതായാലും എല്ലാ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിലുള്ള വിമർശനം പോലീസിന് നേരെ ഉയരുന്നുണ്ട്. നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ തന്നെ പ്രതികരണം വന്നതാണ്. ഇത്തരത്തിൽ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പന്തീരങ്കാവ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവിയുടെ ആരോപണം. കൂടാതെ പോലീസാണ് ഈ രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് എന്നുള്ള ആരോപണം ഈ നവവധുവിന്റെ കുടുംബവും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് രാഹുൽ പുറത്തേക്ക് കടന്നിരിക്കുന്നു. എന്തായിരിക്കും ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക ഇടയുള്ള അടുത്ത നീക്കം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അഭിജിത്ത് മുഴക്കുന്നാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. പ്രതി രാജ്യം വിട്ടു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. പെൺകുട്ടിയുടെ കുടുംബം അതിന് പോലീസിനെ പഴിചാരുന്നുമുണ്ട്.